ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹഭ്യോ സ്കന്ധായ ദേവിയേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തൃശ്ശൂർ തളിക്കുളം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഉപാസനാ ദൈവത്തെക്കുറിച്ചാണ്. പലർക്കും ഉപാസന ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയില്ല, ഉപാസന ദേവത ആരെന്നറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഉപാസന എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഉപാസന എന്നാൽ അടുത്ത് ഇരിക്കുക എന്നാണ് അർത്ഥം. അതായത് ദേവതയുടെ സമീപം ഇരിക്കുക. ദേവതയുടെ സ്ഥൂല ശരീരം ആണ് മന്ത്രം, ദേവതയുടെ സൂക്ഷ്മ ശരീരമാണ് മന്ത്രസ്പന്ദനം. ഏതൊരു ദേവതയ്ക്കും അവരുടെ മന്ത്രം ആവുന്ന പ്രാണനിൽ ഒരു പ്രത്യേക ഹൃദം ഉണ്ടാവും. ഇങ്ങനെ ഇടമുറിയാതെ നിരന്തരമായി ഒരു ദേവതയുമായി സമ്പർക്കം പുലർത്തുകയും തൻ്റെ പ്രാണശക്തിയെ നിരന്തര ശ്രമത്തിലൂടെ ദേവതയിലേക്ക് താതാത്മ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. ക്രമേണ സാധകന്റെ മാനസിക തലം മാറുന്നു, ഒരു ആനന്ദാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇനി ഉപാസനയെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഉപാസകൻ ഉപാസ്യദേവതയുമായി നിരന്തരം ബന്ധം നിലനിർത്തേണ്ടതാണ്. ദേവത തൻ്റെ തന്നെ പ്രാണനായി കരുതി അതിനു ചുറ്റും സങ്കല്പം നിലനിർത്തുക. ഉപാസനാ വേളയിലെ കർമ്മങ്ങളിൽ മാത്രമല്ല, ലൗകിക ബാഹ്യ വൃത്തിയിലും സംഭവിക്കണം. അതിലേക്ക് മനസ്സിനെ നിർബന്ധമായി പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. ദേവതയോടുള്ള അത്യുത്കടമായ സ്നേഹം കൊണ്ട് അനുഭവത്തിൽ ആ വികാരം സ്വയം ജനിക്കണം. ദേവതയുടെ പ്രഭാവലയത്തിൽ എത്തിപ്പെട്ടാൽ പിന്നെ ദേവതയുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും സാധകൻ. ഉപാസനയുടെ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഭൗതികമായി സർവ്വതും നഷ്ടപ്പെട്ടേക്കാം. എന്നാലും ഉപാസനാ ദേവതയെ മാത്രം നഷ്ടപ്പെടുത്തരുത്. അവസാന ശ്വാസം വരെ പ്രാണനായ ഉപാസന ദേവത മാത്രം ഉണ്ടാവുകയുള്ളൂ എന്ന ദൃഢവിശ്വാസം ഉറപ്പിക്കണം ഒരു സാധകൻ. നിങ്ങളുടെ ജാതകത്തിൽ ഇനി ഉപാസനാമൂർത്തിയെ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ജാതകത്തിൽ 9, 5 ഭാവങ്ങളിൽ, അതായത് 9ാം ഭാവം, 5ാം ഭാവം എന്നീ ഭാവങ്ങളിൽ ഏതിനാണോ ബലം കൂടുതലും ഉള്ളത് ആ ഭാവം കൊണ്ട് ഉപാസനാമൂർത്തിയെ ചിന്തിക്കണം. ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹമോ അഥവാ ഗ്രഹമില്ലെങ്കിൽ ഭാവാധിപന്റെയോ ആദിദേവത ആയിരിക്കും ഉപാസന ദേവത. അതായത് ഈ ഭാവങ്ങളിൽ ബലവാനായി നിൽക്കുന്ന ഗ്രഹം സൂര്യനാണെങ്കിൽ ശിവനെയും, ചന്ദ്രനാണെങ്കിൽ ദുർഗാദേവിയെയും പാർവതിയെയും ഉപാസിക്കാം. അവിടെ കുജനാണെങ്കിൽ മുരുകനെ പ്രാർത്ഥിക്കാം. അതായത് ആ കുജൻ നിൽക്കുന്ന 5ാം ഭാവം സ്ത്രീരാശിയാണെങ്കിൽ, അഥവാ 9ാം ഭാവം സ്ത്രീരാശിയാണെങ്കിൽ
അതായത് യുഗ്മരാശിയാണെങ്കിൽ ഭദ്രകാളിയെയും, ഓജരാശി ആയ പുരുഷരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യനായും ഉപാസിക്കേണ്ടതാണ്. ബുധനാണെങ്കിൽ ശ്രീകൃഷ്ണനും, വ്യാഴമാണെങ്കിൽ മഹാവിഷ്ണുവും, ശുക്രനാണെങ്കിൽ ലക്ഷ്മിയും, ശനിയാണെങ്കിൽ ശാസ്താവിനെയും അയ്യപ്പൻ മുതലായവരെയും, രാഹുവാണെങ്കിൽ സർപ്പദൈവങ്ങളും, കേതു ആണെങ്കിൽ അതായത് ഓജരാശിയിലാണെങ്കിൽ ഗണപതിയും, യുഗ്മരാശിയിലാണെങ്കിൽ ശാമുണ്ഡിയുമായിരിക്കും നിങ്ങളുടെ ഉപാസനാ ദൈവം എന്നറിയുക. എപ്പോഴും ഉപാസനാ ദേവത അറിഞ്ഞ് വഴിപ്പെടുമ്പോൾ അതിൻ്റെ ശക്തി വേറെ തന്നെയാണ്. ഏത് പ്രതിസന്ധിയിലും ദേവത തുണയായി കൂടെ ഉണ്ടായിരിക്കും എന്നതാണ് ഉപാസന ദൈവത്തെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി മുകളിൽ സൂചിപ്പിച്ച പോലെ ആ ഭാവങ്ങളിൽ പരിവർത്തനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 5-ാം ഭാവാധിപനോ 9-ാം ഭാവാധിപനോ പരിവർത്തനം ചെയ്ത് നിൽക്കുന്നത് ശുഭമാണോ അശുഭമാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശുഭപരിവർത്തനം ആണയാൽ ആ ഗ്രഹത്തെ കൊണ്ട് മൂർത്തിയെ പറയണം. അശുഭമാണാൽ ആ മൂർത്തിയെ സേവിക്കരുത് എന്നുണ്ട്. ഭൂരിഭാഗം ആചാര്യന്മാർ സ്വീകരിച്ചു വരുന്ന മാർഗം അത് ജയമുനി എല്ലാം ഉപദേശിക്കുന്നത് ജാതകത്തിൽ കാരകാംശ ലഗ്നത്തിൻ്റെ അധിപഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ദേവനെ ഉപാസിക്കണം എന്നാണ്. അപ്പോൾ കാരകാംശം എങ്ങനെ മനസ്സിലാക്കും? കാരകാംശം മനസ്സിലാക്കാൻ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ നവാംശകം കാരകലഗ്നം ആകുന്നു. അതിൻ്റെ അധിപന്റെ ദേവതയായിരിക്കും യഥാർത്ഥ ഉപാസന ദൈവം. ഇപ്പോൾ ഇവയെല്ലാം നിർണയിക്കേണ്ടത് പറഞ്ഞിട്ടുള്ള ഗ്രഹങ്ങളുടെ ബലമനുസരിച്ചും ശുഭതന്മ മനസ്സിലാക്കിയും ആയിരിക്കണം അന്തിമ നിർണയം ചെയ്യേണ്ടത്. ഈ ഭാവങ്ങളിലേക്കുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടികളും പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. നല്ല ഉത്തമ ജ്യോതിഷ ആചാര്യന്മാരെ സമീപിച്ച് ദേവതയെ നിർണയിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉപാസനാ ഗ്രഹത്തിന് ശത്രുക്ഷേത്രസ്ഥിതിയും മൗഢ്യവും ഉണ്ടായാൽ ഒരിക്കലും ഉപാസന നടത്തരുത്. അത് ജീവിതത്തിലെ നഷ്ടത്തിന് ഇടയാക്കിയേക്കും. ബാധ ചിന്തയിലുള്ള മൂർത്തികളെ അല്ല ഉപാസന വിഷയത്തിൽ എടുക്കേണ്ടത്. ഇതൊക്കെ ചിന്തിക്കുന്നതിനു മുൻപ് ലഗ്നത്തിനു ബലമുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. ലഗ്നത്തിനോ ലഗ്നാധിപനോ മൗഢ്യം, ശത്രുക്ഷേത്രസ്ഥിതി എന്നിവയുണ്ടെങ്കിൽ ഉപാസന പൂർത്തീകരിക്കാനും നല്ല രീതിയിൽ ഉപാസന മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കാതെ വരും. അങ്ങനെ ഉള്ള പക്ഷം മൂർത്തി സാന്നിധ്യത്തിലുണ്ടെന്ന് അടയാളങ്ങൾ കാണിച്ചു തരുന്ന പക്ഷം ഉപാസകന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ടാവും. അപ്പോൾ തെറ്റായ ഉപാസനകൾ നമ്മൾ നിൽക്കരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് മാനസിക പ്രശ്നങ്ങൾക്കോ വഴിതെളിച്ചേക്കാം. 5-ാം ഭാവാധിപനോ 9-ാം ഭാവാധിപനോ
22-ാം ദ്രോക്കാണാധിപത്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ഉപാസന സ്വീകരിക്കരുത്. എപ്പോഴും ഉത്തമനായ ഒരു ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ച ശേഷം ജപം തുടങ്ങുന്നതാണ് ഉത്തമം. മന്ത്രോപദേശം നമ്മൾ തേടിയിരിക്കണം. എന്നാൽ ഗുരുവിൽ നിന്ന് മന്ത്രം കിട്ടുന്നതുവരെ ജപിക്കാതെ കാത്തിരിക്കേണ്ടതുമില്ല. പലർക്കും ഇപ്പോൾ ഗുരുവെ തേടി കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടായെന്നിരിക്കാം. അതുവരെ നമുക്കിഷ്ടമായ ഒരു ഈശ്വരനാമമോ മന്ത്രമോ സ്വീകരിച്ച് ജപം ശീലിക്കാവുന്നതാണ്. അതിൽ തെറ്റൊന്നുമില്ല. എന്നാലും ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിക്കുന്നതിന് തീർച്ചയായും പ്രാധാന്യമുണ്ട്. അതായത് തൈരുണ്ടാക്കാൻ പാൽ ഉറയൊഴിക്കുമ്പോൾ അതിൽ കുറച്ച് തൈരും ചേർക്കുന്നത് പോലെ ജപത്തിന്റെ പൂർണ്ണഫലം കിട്ടുവാൻ ഒരു ഉത്തമ ഗുരുവിൽ നിന്നുള്ള മന്ത്രദീക്ഷ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലർ കുറച്ചുനാൾ ഒരു മന്ത്രം ജപിക്കും. പിന്നീട് ഈ മന്ത്രത്തിന്റെ ശക്തി പോരാ എന്ന് കരുതി അതിനേക്കാൾ ശക്തിയുള്ളതെന്നു കരുതുന്ന മറ്റേതെങ്കിലും മന്ത്രം ജപിച്ചു തുടങ്ങും. ഇങ്ങനെ മാറി മാറി പല മന്ത്രങ്ങൾ ജപിക്കുന്ന രീതി ഗുണകരമല്ല. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ ദേവന്റെ മന്ത്രം ജപിച്ചാൽ ഭയങ്കരമായിരിക്കും, അതായിരിക്കും ഇതായിരിക്കും പെട്ടെന്നൊരു മോഹം തോന്നി ഇങ്ങനെ മാറ്റി കളിക്കുന്ന ചില പേരുണ്ട്. അത്തരത്തിലുള്ള ഉപാസന പാടില്ല. മന്ത്രം ഏതായാലും അത് നിഷ്ഠയോടെ ജപിച്ചാൽ ക്രമേണ മനസ്സ് നിശ്ചലമായി തീരും. അതിനാൽ ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് ഒരു സാധകൻ ചെയ്യേണ്ടത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രം മാറ്റി ജപിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഉചിതം. മന്ത്രജപം നടത്തുമ്പോൾ ഒന്നുകിൽ ഇഷ്ടദേവതയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മന്ത്രശബ്ദത്തിലോ മാത്രം ശ്രദ്ധിക്കുക. ഓരോ മന്ത്രം ജപിക്കുമ്പോഴും ഓരോ പുഷ്പം അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കുന്നതായി ഭാവന ചെയ്യാം. അല്ലെങ്കിൽ മന്ത്രങ്ങളുടെ ഓരോ അക്ഷരവും മനസ്സിൽ ഭാവന ചെയ്ത് അതിൽ മനസ്സിനെ നിർത്തണം. ഏതു രീതിയായാലും മനസ്സിനെ അലയാൻ വിടരുത്. അതിനെ ഭഗവാനിൽ തന്നെ ബന്ധിച്ചു നിർത്തണം. മനസ്സിനെ നിഷ്ഠയോട് കൂടിയ ജപം മനസ്സിനു ശാന്തിയും ഏകാഗ്രതയും പ്രദാനം ചെയ്യും. ദൈനംദിന കാര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാൻ അത് സഹായകരമായിരിക്കും. കൂടാതെ അന്തരീക്ഷ ശുദ്ധിയും ഗുണകരമാണ്. അചിരേണ അത് നമ്മെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരത്തിലേക്കു നയിക്കുകയും ചെയ്യും. ആ ദേവത നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ഉപാസനയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി, ഉപാസന ദേവതയെക്കുറിച്ച് മനസ്സിലാക്കി. ഇനിയും ഇതുപോലെയുള്ള ജ്യോതിഷ ആചാര്യ വിഷയങ്ങളെക്കുറിച്ച് അറിയാനായിക്കൊണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷനും വരുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോകളും കാണാൻ ശ്രമിക്കണം. ലൈക്ക് അടിക്കണം. നന്ദി, നമസ്തേ. ഓം ശാന്തി. ഓം ശാന്തി.